കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. വാ ചേച്ചി. വാ. ഇരിക്ക് ചേട്ടാ. ഇരിക്ക് ചേച്ചി. ചേച്ചി ഇരിക്കേ. എനിക്കറിയായിരുന്നു വരുമെന്ന്. മനസ്സിലെന്തോ അങ്ങനെ ഒരു തോന്നല്. അമ്മ വിളിക്കു സുനന്ദേ. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ഇതാരാ എത്ര വലിയ വിരുന്നുകാരാ? സോളമനോ? മോനാ വന്നെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഗിരിയുടെ ഫോൺ നമ്പർ മാറിയിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇങ്ങോട്ടും വിളിച്ചില്ല. അവന്റെ ഫോൺ എന്റെ വീട്ടിൽ മറന്നു വെച്ചിട്ട് അവൻ പോയത്. ആ അത് പറ. ആദ്യം ബെല്ലുണ്ടായിരുന്നു, പിന്നെ അതുമില്ല. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഇനിയിപ്പോ ബോംബെ ചെന്നിട്ടേ വിളിക്കുള്ളായിരിക്കും. അതെ. പവിത്രം പറഞ്ഞു അവൻ മനസ്സില്ലാ മനസ്സോടെയാ പോയതെന്ന്. ഉള്ളതാണോ മോനെ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അപ്പോഴേ തോന്നി പവിത്രം വെറുതെ ന്യൂസ് ഇളക്കുവാന്ന്. എന്തായാലും പോയല്ലോ. ബോംബെന്ന് പേർഷ്യക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുവാന്നല്ലോ. സോളമൻ ഞങ്ങളോട് ചെയ്തത് വലിയ ഉപകാരമായി കേട്ടോ. കൂട്ടുകാരായ ഇങ്ങനെ തന്നെ വേണം. ഗിരി രക്ഷപ്പെടണമെന്ന് അവനേക്കാൾ ആഗ്രഹിച്ചത് മോന. കൂടപ്പുറപ്പായിട്ട് അവനൊരാണിനെ കൊടുത്തില്ല ദൈവം. ആ കുറവ് മക്കളായിട്ട് നികത്തി. എത്ര ദിവസമാ അവൻ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് അവനൊരു ബുദ്ധിമോശം കാണിച്ചപ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും സോളമൻ ഉത്സാഹിച്ചു. ആ നന്ദിയും കടപ്പാടും ഒരിക്കലും ഞാനും എൻ്റെ പിള്ളേരും മറക്കത്തില്ല. അയ്യോ അങ്ങനെയൊന്നും. സോളമന് ഇനി ഒരു പെണ്ണൊക്കെ ആലോചിക്കണം. ജോലിയുണ്ടല്ലോ. ഗിരിയുടെ കൂട്ടും അബദ്ധത്തിലൊന്നും മോൻ ചെന്ന് ചാടത്തില്ലെന്ന് എനിക്കറിയാം. ആലോചന വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. വീട്ടില് പപ്പയ്ക്ക് നല്ല സുഖമില്ലാതിരിക്കുക. ആ അതൊക്കെ അങ്ങ് മാറുവന്നേ. ഈശ്വരൻ മോനും വീട്ടുകാർക്കും നല്ലതേ വരുത്തും. സംസാരിച്ചു വന്ന് ചായ ഇടുന്ന കാര്യം അങ്ങ് മറന്നു. സോളമന് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? അമ്മേ
എന്തായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഇപ്പൊ കാപ്പിയിടാം. ഇതാരാ? ആരാ സോളമ്മ ഇത്? അമ്മേ, ഇതാണ് ഗംഗ. ഏ? നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ചോദിച്ചു കേട്ടില്ലേ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന്? അമ്മേ, നിന്നോട് ചോദിച്ചില്ല. മിണ്ടരുത് നീ. അമ്മേ, എന്റെ കൂടെ ഗംഗ വന്നത്. എന്ത് പണിയാ മോനെ നീ കാണിച്ചേ? ഇവളെ ശരിക്കും അറിയത്തില്ലേ നിനക്ക്? മഹാ കുഴപ്പം പിടിച്ച വർഗവാ ഇവള്. കാരണം ഞങ്ങള് കുറെ തീ തിന്നതാ. ഇപ്പൊ നിന്റെ കൂടെ കൂടിയിരിക്കുകയാണെങ്കിൽ ഉടനെ പറഞ്ഞു വിട്ടേക്കണം. സോളമൻ ഇങ്ങോട്ട് വന്നതിൽ സന്തോഷമുള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ ഇവളെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഞാനില്ലെങ്കിലും ഗംഗ ഇങ്ങോട്ട് വരുമായിരുന്നു. അല്ല, ഏതോ ഗ്രഹപ്പിഴക്കാരനുമായിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ആ വിവാഹം നടന്നില്ല. രാത്രി വീട്ടിൽ നിന്ന് ഗംഗ ഓടിപ്പോന്നതാ ഏ? ഗിരിയെ കാണാൻ. അമ്പടി ഭയങ്കരേ. ഞാൻ പറയുന്നത് അമ്മ ശാന്തമായി കേൾക്കണം. ഗിരി റെയിൽവേ സ്റ്റേഷനിൽ പോയതിന് പിന്നാലെ ഗംഗ എന്റെ വീട്ടിൽ വന്നു. കല്യാണ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. ഞാനും ദേഷ്യപ്പെട്ടു. പക്ഷേ ഗംഗയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ മറിച്ചൊന്നും പറയാൻ തോന്നിയില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴേക്കും ട്രെയിൻ വിട്ടിരുന്നു. ആ, അതാ പവിത്രം പറഞ്ഞത്. തിരിച്ചെന്റെ വീട്ടിലെത്തി. ആലോചിച്ചപ്പോൾ ഒരു വഴിയും തോന്നിയില്ല. സ്വന്തം വീട്ടിലേക്ക് പോകാനും പറ്റില്ല. അങ്ങോട്ട് ചെന്നാൽ അവരിവളെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. കൊല ചതിയല്ലേ കാണിച്ചത്? മുമ്പില് വഴിയൊന്നും തെളിഞ്ഞില്ലെന്ന് മോൻ പറഞ്ഞല്ലോ. ഇവളെ പോലുള്ളവർക്ക് ഒടുവിൽ പെരുവഴിയായിരിക്കും ശരണം. ആട്ടെ, ഇങ്ങോട്ട് വരാൻ ഇവളോട് ആര് പറഞ്ഞു? ഇവിടെ നിനക്കെന്താടി കാര്യം? ദൈവം സഹായിച്ച് നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ ചെറുക്കൻ പോയി. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്ന്? ഗംഗയ്ക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നുള്ളതാ സത്യം. സോളമ്മ, മോന്റെ മുഖത്ത് നോക്കി ഒരു പരിധിയിലപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. ഇനി എനിക്ക് പറയാതിരിക്കാനും വയ്യ. മറ്റൊരിടം ഇല്ലാത്തവർക്ക് വന്നു കയറാനുള്ള സ്ഥലമല്ലിത്. ഗിരിയുടെ വീടായതുകൊണ്ടാണമ്മേ ഗംഗ ഇങ്ങോട്ട് തന്നെ വന്നത്. അതിന് കാരണമുണ്ട്. ഗംഗയ്ക്ക് അതിന് അവകാശമുണ്ട്. കാരണം ഗംഗയ്ക്കുള്ളിൽ ഗിരിയുടെ കുഞ്ഞു വളരുന്നുണ്ട്. ഗംഗ ഗർഭിണിയാ. എന്താ പറഞ്ഞത്? സോളമനിപ്പോ എന്താ പറഞ്ഞത്? സത്യമാണമ്മേ. സോളമൻ നിക്ക്, ഇവള് പറയട്ടെ. ഇവളുടെ നാവിന്ന് തന്നെ എനിക്ക് കേൾക്കണം. സത്യമാണോ ഞാൻ കേട്ടത്? നിനക്ക് വയറ്റിലുണ്ടോടി? അതെ, ഗിരിയുടെ കുഞ്ഞ്. മതി, കൂടുതലൊന്നും നീ പറയണ്ട. ഗിരിക്കതറിയാവോ?
ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുമ്പോ ഒരമ്മ ചെയ്യേണ്ടത് എന്താ? നിലവിളക്കുമായി ചെന്ന് സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അമ്മേ, അതാണ് മര്യാദ, അതാണ് അതിന്റെ ശരി. ഞാൻ വിളക്ക് കൊടുത്തട്ടെ അമ്മേ? നിക്കടി അവിടെ. ഇവിടെ ഞാൻ നിലവിളക്കുമായിട്ടല്ല, മുറ്റമടിക്കുന്ന ചൂലുമായിട്ടാണ് സ്വീകരിക്കാൻ പോകുന്നത്. കല്യാണത്തലേന്ന് വീട് വിട്ടു പോന്ന കൊടും വഞ്ചകയാ അവള്. ചെന്ന് കയറുന്ന വീടും ഇവള് കാരണം മുടിയും. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ തന്തയും തള്ളയും ചതിച്ച് ഇവളോട് ദൈവം പോലും പൊറുക്കില്ല. പിന്നെയാണോ ഞാൻ? നിന്റെ വയറ്റില് ഗിരിയുടെ കുഞ്ഞുണ്ടല്ലേ, കൊള്ളാം. ആര് വിശ്വസിക്കും ഇത്? ആരുടെ വിത്താണെന്ന് നിനക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല. ഈശ്വരന് പോലും പറയാൻ കഴിയില്ല. അമ്മേ, ഹ? അമ്മയോ? ആരുടെ അമ്മ? അഴിഞ്ഞാടി നടന്നിട്ട് വല്ലവന്റെ കൊച്ചിനെ പള്ളയിലിട്ടുണ്ട് വന്നിരിക്കുന്നു. ഇതിനായിരുന്നോ നിന്റെ വാത്തിയാര് തന്ത ഒരിക്കലും ഇവിടെ വന്നത്? അമ്മേ, ഗംഗ എന്റെ കൂടെ വന്ന ആളാ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇവിടെ മുഖത്ത് ഞാൻ കാറ് തുപ്പാത്തത്. മോനെ അറിയത്തില്ല ഇവിടെയൊക്കെ തനി കൊണം. അല്ലെങ്കിൽ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഇറങ്ങി ഓടുവോ? സ്വന്തം അച്ഛനെ അമ്മയെ ഒരു നിമിഷം ഓർക്കാത്ത ഇവളെ ആര് വിശ്വസിക്കും? സോളമ, ഇവളെ വിളിച്ചോണ്ട് പോ. എങ്ങോട്ട് പോവാനാ അമ്മേ? ചേച്ചി ഇവിടെ നിന്നോട്ടെ. നിന്നോട് നിന്റെ സൂക്കേട് ഞാൻ തീർത്ത് സൂക്കേട്. പിന്നെ ഞാൻ വെച്ചിട്ടില്ല ഞാൻ. ഒന്നാണായി. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങി പോടി. അങ്ങനെ പറയരുത് ചേച്ചി. സോളമനെ ഓർത്താ ഇത്ര നേരം ഞങ്ങൾ ക്ഷമിച്ചത്. അവിഹിത ഗർഭവുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇവിടെ അടിച്ച് പുറത്താക്കിയേ വേണ്ടത്. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണ് നിനക്ക് ഉറപ്പുണ്ടോ? വല്ലവന്റെ സന്തതി എന്റെ അങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ചമഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ? വല്ലവരുടെ കുട്ടിയല്ല, ഗിരിയുടെ കുട്ടിയാ. ആഹാ, അപ്പൊ നിനക്ക് നാക്കുണ്ടല്ലേ? നിങ്ങൾ പറയുന്ന എന്ത് അഭിമാനം ഞാൻ കേൾക്കാം, സഹിക്കാം. പക്ഷെ ഈ കുഞ്ഞ്, അതിന്റെ പേരിൽ അധിക്ഷേപിക്കരുത്. കാരണം കുട്ടിയുടെ കാര്യത്തിൽ എനിക്കുള്ളത് പോലത്തെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. പ്രസംഗിക്കട്ടെ നീ. ഞാൻ തെറ്റുകാരിയാണെങ്കിൽ തുല്യമായ തെറ്റ് ഗിരിയും ചെയ്തിട്ടുണ്ട്. സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലടി നിന്നോട്? ഈ കുഞ്ഞ് ഗിരിയുടേതാണെങ്കിൽ എനിക്കിവിടെ വരാനും വേണ്ടി വന്ന താമസിക്കാനുള്ള അവകാശമുണ്ട്. അവകാശം പറഞ്ഞോട്ട് വന്നിരിക്കുന്നു. അടിച്ചിറക്ക് സുലോചന ഇവളെ. ചേച്ചി വേണ്ട ചേച്ചി. ചേച്ചി എന്താ ഇത്? ഇറങ്ങി പോടി. ഗംഗേ, അമ്മേ, മിണ്ടിപ്പോകരുത് നീ. സോളമന്റെ കൂടെ വന്നതുകൊണ്ടാ ഇവളെ ഇത്രയാക്കി കളഞ്ഞത്. ഇല്ലെങ്കിൽ ഇവൾ ഇവിടുന്ന് നേരെ ചൊവ്വേ പോവില്ല. എന്നാലും ഇത്രയും വേണ്ടായിരുന്നമ്മേ. മോമോന്റെ കാര്യം നോക്ക്. നിനക്കറിയാൻ മെനഞ്ഞിട്ടാ പിഴച്ച കൂട്ടങ്ങളായത്. ഇവിടെ കൂടെ നടന്ന നിനക്കും പേരുദോഷം ഉണ്ടാകും. ഈ പറയുന്ന പോലെ ഒന്നും അല്ല. ഗംഗ അത്രക്കാരിയല്ല എന്ന് സോളമന് തോന്നും. പക്ഷേ ഞങ്ങൾ പെണ്ണുങ്ങൾക്കറിയാം ആരെങ്ങനെയുള്ളതാണെന്ന്. പക്ഷെ ചേച്ചി, ഇവളെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. മോൻ ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയേ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ വരാം. പക്ഷെ തനിച്ചായിരിക്കണം, മനസ്സിലായല്ലോ? നീ വാടി. സോറി ഗംഗ, തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാ. അത് ഇത്രയും ബോറാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. പോയേക്കാം.
ഒന്ന് നിന്നേ. സോളമനോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. എന്റെ മോന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കാണുന്നത്. ഇവളെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മോന് മനുഷ്യനെ പറ്റുള്ളത് കൊണ്ടും സഹതാപം ഉള്ളതുകൊണ്ടാ ഇവളെയും കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ എന്തരവള് അതൊന്നും അർഹിക്കുന്നില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇവളെ സോളമൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നീ നിന്റെ കാര്യം നോക്ക്. സ്നേഹം കൊണ്ട് പറയുക. സ്വന്തം അമ്മ പറയുന്നെന്ന് വിചാരിക്ക്. ചെല്ല്. നിനക്ക് വല്ല കടലിലും പോയി ചത്തൂടെടി. മാറടി. അനവസരത്തിലുള്ള ഒരു യാത്രയായി പോയി. ഗിരിയുടെ വീട്ടിൽ നിന്നും എതിർപ്പ് പ്രതീക്ഷിച്ചു. എന്നാൽ ഇത്രയും രൂക്ഷമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. കൊടുങ്കാറ്റ് പോലെയായിരുന്നില്ലേ അവന്റെ അമ്മ. ഇളയ കുട്ടി മാത്രമാ കുറച്ച് മര്യാദ കാണിച്ചത്. അവൾക്ക് മുമ്പും ഗിരിയോട് അടുപ്പം കൂടുതലുണ്ടായിരുന്നു. ഗിരിയോട് അടുപ്പം കൂടിയിട്ടാണ് അമ്മയും സഹോദരിമാരും അത്തരത്തിൽ പ്രതികരിച്ചത്. അത്രയും കടുത്ത വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചിട്ടും ഗംഗയ്ക്ക് അവരോട് ദേഷ്യം തോന്നിയില്ലേ? അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ആ അമ്മ ചെയ്തത് ശരിയല്ലേ? അവരുടെ ഒരേ ഒരു മകനാണ് ഗിരി. ഇപ്പോ ആ കുടുംബത്തിൽ മകന്റെ വിവാഹമല്ല അത്യാവശ്യ കാര്യം, ആ കുടുംബത്തിന്റെ നിലനിൽപ്പാണ്. അവരുടെ കണ്ണിൽ തൽക്കാലം ഞാനൊരു കരടായി തോന്നിയത് സ്വാഭാവികമാണ്. ഗിരിയോടുള്ള സ്നേഹമാണ് ഈ വാക്കുകൾക്ക് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ സ്നേഹം അവന്റെ വീട്ടുകാർ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. വിശേഷിച്ചും ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ബന്ധുക്കളുടെ സപ്പോർട്ട് ആവശ്യമുള്ള അവസ്ഥയാണ് തൻ്റേത്. ഇന്നത്തെ പ്രതിഷേധം കണ്ടിട്ട് അവന്റെ അമ്മയ്ക്ക് ഉടനെയെങ്ങും മനംമാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷ വേണ്ട. ഇങ്ങോട്ടുള്ള യാത്രയിലുടനീളം എൻ്റെ മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇനി എന്ത്? ഒന്നോ രണ്ടോ ദിവസമല്ല മുമ്പിലുള്ളത്. ഗിരി മുംബൈയിൽ ചെന്നുടൻ ഗൾഫിലേക്ക് പോവോ? ഇല്ല, മുംബൈയിൽ കുറച്ച് ദിവസം ഉണ്ടാവും. എങ്കിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. മുംബൈയിലെത്തിയിട്ട് ഗിരി വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് അറിയുള്ളൂ. എന്റെ സാഹചര്യം മനസ്സിലായാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കും ഗിരി. അവിടെ നിന്നുകൊണ്ട് അവൻ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഗൾഫിലേക്കുള്ള യാത്ര തൽക്കാലം മാറ്റിവെച്ചിട്ട് ഗിരി ഇങ്ങെത്തും. അത് വിഡ്ഢിത്തമാണെന്ന് ആദ്യം തോന്നും.
സോളമനും അങ്ങനെ വിചാരിക്കുമായിരിക്കും. കൈവന്ന അവസരം തട്ടിക്കളയല്ലേ? പക്ഷെ അവസരത്തെക്കാളും ജോലിയെക്കാളും വലുതല്ലേ ജീവിതം? എന്റെയും എന്റെ ഉള്ളിൽ വളരുന്ന തന്റെ കുഞ്ഞിന്റെ ജീവിതങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഗിരി ഗൾഫ് എന്ന സ്വപ്നത്തിന്റെ പിന്നാലെ പറക്കുവോ? അതോ അങ്ങനെ ചെയ്യുന്നതാണോ ശരി? സോളമൻ എന്ത് തോന്നുന്നു? അങ്ങനെ ഗംഗ ചോദിക്കുമ്പോ എതിർക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ദൈവം പൂർണ്ണമായും കൈവിടാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നന്ദഗോപനുമായുള്ള വിവാഹം ഉറപ്പിക്കണ്ടെന്ന് വീട്ടിൽ പലതവണ പറഞ്ഞതാ. അച്ഛന് വ്യക്തമായി അറിയാമായിരുന്നു എന്റെ മനസ്സിൽ എന്താണെന്ന്. എന്നിട്ടും അവഗണിച്ചു. നന്ദഗോപനോട് ഞാൻ നീതിയല്ല കാണിച്ചത്. അദ്ദേഹം നിരപരാധിയാ. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. എന്ന് കരുതി ഒരു പുരുഷന്റെ ഭാവിയിൽ ഇരുട്ടി നിറയ്ക്കാനുള്ള സംഭവമൊന്നുമല്ല ഉറപ്പിച്ച കല്യാണം മുടങ്ങുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കും. പിന്നെ അമ്മയും ഗീതേച്ചിയും എല്ലാമായി പൊരുത്തപ്പെടും. ഇന്ന് ഗിരിയുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ച അപമാനം എനിക്കുള്ള ശിക്ഷയുടെ ഭാഗമാണ്. അങ്ങനെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഭാരം കുറയട്ടെ. താൻ പറഞ്ഞതുപോലെ ഗിരി വരികയാണെങ്കിൽ എന്നൊരു സംശയം വേണ്ട സോളമൻ. വരും. അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു. അതിലുപരിയായി നമ്മൾ പ്രേക്ഷകർ സ്നേഹിച്ചു. എന്നിട്ടും ഈ പെൺകുട്ടി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണോ? കാത്തിരുന്ന് കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.